രാജ്യത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് ദ ക്വിൻറ്റിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. 373 മണ്ഡലങ്ങളിലും രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അട്ടിമറി സംഭവിച്ചു. വ്യക്തമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ട്? തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ വ്യക്തമാക്കി പറഞ്ഞതാണ്. വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങളും കാര്യങ്ങൾ പറഞ്ഞത്. ആ സമയത്ത് പബ്ലിക് കേരള എന്ന മാധ്യമത്തെ വലിയ രീതിയിൽ മോശമാക്കി ചിത്രീകരിക്കാൻ സംഘപരിവാർ ശ്രമിച്ചിരുന്നു. ഇനി എന്തുണ്ട് പറയാൻ? വ്യക്തമായിട്ടുള്ള കണക്കുകളാണ്. 373 മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോൾ 220 മണ്ഡലങ്ങളിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതലാണ് എണ്ണിയിട്ടുള്ളത്. ചില കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കാം. ഔറംഗാബാദ് മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ എന്ന് പറയുന്നത് 9,30,758 വോട്ടുകളാണ്. എണ്ണിയതാവട്ടെ 9,39,526 വോട്ട്. അതായത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ വോട്ട് എണ്ണിയപ്പോൾ കൂടിയിട്ടുള്ളത് 8,768 വോട്ടുകളാണ്. ഈ 8,768 വോട്ടുകൾ എവിടെ നിന്ന് കൂടാനുള്ള കാരണമുണ്ടായി? എങ്ങനെ ഇത് കൂടി? അത് മാത്രമല്ല, കേന്ദ്ര കായിക മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു മത്സരിച്ച മണ്ഡലം പശ്ചിമ അരുണാചലിൽ പോൾ ചെയ്ത വോട്ടുകളാവട്ടെ 3,36,161 വോട്ടുകൾ. എണ്ണിയതാവട്ടെ 3,44,122 വോട്ടുകൾ. അതായത് പോൾ ചെയ്ത വോട്ടിനേക്കാൾ 7,961 വോട്ടുകളാണ് അവിടെ എണ്ണിയിട്ടുള്ളത്. എവിടെ നിന്നാണ് ഈ കൂടുതൽ വോട്ടുകൾ കടന്നു വന്നിട്ടുള്ളത്? അവസാനിക്കുന്നില്ല. അത് മാത്രമല്ല, ത്രിപുരയിലെ പശ്ചിമ ത്രിപുര, ഒറീസയിലെ ഭുവനേശ്വർ, അതുപോലെ തന്നെ ക്യോദാർ മണ്ഡലങ്ങളിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന വോട്ടുകളാണ് കൂടിയിട്ടുള്ളത്. അവിടെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പലയിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തോൽക്കപ്പെട്ടിട്ടുമുള്ളത്. അപ്പോൾ വ്യക്തമാകുന്നത് രാജ്യത്തെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജനാധിപത്യ സ്രോതസ്സുകളെ മാനിക്കാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതിൻ്റെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ദ ക്വിൻറ്റിന്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നുള്ളത്. അത് മാത്രമല്ല, രാജ്യത്ത് നോക്കൂ, പ്രാദേശിക തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഇതിലൊന്നും BJPയുടെ മുഖമില്ല. അവിടെയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരുന്നു. പിന്നെ ലോക്സഭയിൽ മാത്രം എങ്ങനെ വിജയിക്കുന്നു എന്ന് ചോദിച്ചതിന് വ്യക്തമായിട്ടുള്ള ഉത്തരമാണ് ദ ക്വിൻറ്റ് മുന്നിൽ വിട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.